ശരിക്കും നിനക്ക് ഓടിക്കുന്നു കണ്ട്. ഞങ്ങൾ എന്തിനാ ഇന്ന് ലോങ് വീഡിയോ ഇട്ടണമെന്ന് അറിയോ? ഞങ്ങൾ ഫ്രിഡ്ജ് ടൂർ കാണിക്കാൻ പോവാണ്. ഞങ്ങൾ 1 കൊല്ലം മുമ്പെയാണ് ഫ്രിഡ്ജ് ടൂർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 1 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ ഫ്രിഡ്ജ് ടൂർ ഒന്നും കൂടി എടുക്കാൻ പോവാണ്. 1 കൊല്ലമായി. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇപ്പം എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാട്ടോ. എല്ലാവരും പോയി നമ്മൾ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ട് നോക്കട്ടാ. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ടൂറിന് വേണ്ടിയിട്ട് പാർട്ട് 2 എന്ന് പറയണില്ല. 1 ഇയർ മുമ്പ് നമ്മുടെ അടുത്ത്. ഇനി ഇങ്ങോട്ട് കാണിക്കും. ഇതാണ് നമ്മുടെ ഐസ്. അയ്യോ, ഇതിപ്പോൾ കട്ട് ചെയ്തില്ലല്ലോ. ഇപ്പോഴും ഇതിൽ ഒരു സിപ്പപ്പ് ഉണ്ട്. ഇത് അച്ഛന് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്, പക്ഷെ ഇപ്പോഴും കട്ട് ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ചക്കൂരുണ്ടായിരുന്നു. ഇക്കൊല്ലം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വഴുതായിട്ട് നോക്കാം. ചെമ്മീൻ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടായിരുന്നു ശർക്കര ഉരുക്കിയത്. ഇത് ശർക്കര ഉരുക്കിയതല്ല കേട്ടോ. 2 ശർക്കര പനങ്ങൾക്കുണ്ടാവും ചിലപ്പോ. അതല്ല, അത് പനങ്ങൾക്കൊക്കെ കഴിഞ്ഞില്ലേ. ഒരു തൈരുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, ചിയാ സീഡ് ഉണ്ട്, കേക്ക്. ഇത് ഇങ്ങനെയാക്കി പിള്ളേര് തിന്നിട്ട്. പിന്നെന്തുണ്ടായിരുന്നു? അമ്മാമേരെ ലിക്വറൈസ് പൗഡർ, എന്തോ ഒരു പൗഡർ. പിന്നെ ഇതിൽ മുട്ടകളുണ്ട്. പിന്നെ അത് ചുക്കാണ്. ചുക്ക് ഇത് ചുക്കുണ്ട്. അമ്മ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കറിക്ക് ആവശ്യാനുസരണം എടുക്കാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇത് പൊട്ടുകടല, ജീരകം, എന്തായിരുന്നു ചട്നിയാണ്. ഇത് ചട്നി അമ്മ ബാക്കിയിൽ എടുത്ത് വെച്ചുള്ളതാണ്. പിന്നെ 2 കുക്കുമ്പറുണ്ട്. ഇത് ചപ്പാത്തി അല്ലേ? ചപ്പാത്തി ഉണ്ട്. മുട്ട അങ്ങനെ തന്നെ കയറ്റിക്കിട്ട്. മുട്ട എങ്ങനെയെങ്ങാനും വീണ് പൊട്ടിയ പിന്നെ പറയേ വേണ്ട. ഇത് കൂവപ്പൊടി ഉണ്ട്. ഇത് സ്പൈസസ് ഉണ്ട്. പിന്നെ ഇത് തക്കാളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. കഴിഞ്ഞ തക്കാളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, മഞ്ഞളുണ്ട്. പിന്നെ നെല്ലിക്ക ഉണ്ട്. ഇത് അച്ഛനുള്ളതാട്ടാ. ഈ കുറച്ച് വൈഡാക്ക്. ഈ മഞ്ഞളും നെല്ലിക്കൊക്കെ അച്ഛന് ജ്യൂസ് അടിക്കാൻ വേണ്ടി നോക്കാം, ഷുഗറിന്. പിന്നെ ഇത് ചേച്ചിക്ക് ഇടയ്ക്ക് അരച്ച് കൊടുക്കാനുള്ളതാണ്, പച്ചമുളക്. പിന്നെ ഈ മെയിനായിട്ട് ഈ നെല്ലിക്ക ചേച്ചിയുടെ നെല്ലിക്കത്തളം വെക്കാൻ വേണ്ടി ചേച്ചിക്ക് വേണ്ടിയുള്ളതാണ്. അവൾക്ക് തല ഇടയ്ക്ക് ചൂടാവുമ്പോൾ ഇത് അരച്ചിട്ട് തലയിൽ വെക്കാറുണ്ട്. പിന്നെ എന്താ മീനാകുമ്പോൾ കേട്ടോ. അമ്മ പറഞ്ഞ് വേഗം ഫ്രിഡ്ജ് ടൂർ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങൾ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് വേപ്പിൻ്റെ ഉണ്ട്. ഇത് 1 തക്കാളി ഇട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്, ബാക്കി തക്കാളിയിലുണ്ട്. ഇത് മറ്റേ ചില്ലി ഫ്ലേക്സിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില്ലി. മഞ്ഞള കണ്ടിട്ട് മഞ്ഞള ഇഞ്ചി കൊണ്ടാണ്. ഞങ്ങൾ തുറക്കണില്ല. തുറക്കാൻ ഇത് കുരുമുളകാണ്. ഇത് വല്യമ്മ ഞങ്ങൾ പുളി നന്നാക്കി നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ആ പുളി കൊടുത്തയച്ച വല്യമ്മ തന്നെയാണ് ഈ കുരുമുളകും കൊടുത്തയച്ചുള്ളത്. ഞങ്ങൾക്ക് ഒരു ടാങ്കിൻ്റെ പൊടി വെറുതെ ഒരു കവർ മാത്രം ഉണ്ടാവും. അതാ കുറച്ചും. ഇതെന്താണ്? കൊടംപുളി. ഇത് കൊടംപുളിയാണ് കേട്ടോ ഗൈസ്. ഇനി ഇതാണ് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ വിറ്റ് ഭാഗം ഇതായിരുന്നു. അപ്പോൾ റെഡി 1 2 3
അങ്ങനെ ഈ വെള്ളം മൂന്ന് ഇതെന്താണ് പലചരക്ക് കടയാണോ? ഞാൻ ഇത്തിരി ബദാമുണ്ട്. ഇത് പായസത്തേക്ക് ഇടുന്ന സാധനമാണ്. ഇവിടെ പേര് പറയണില്ല. ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പേര് പറയണില്ല. ഇത് ഇത്തിരി വാൾനട്ട് ഇരിക്കുന്നുണ്ട്. കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഇടക്ക് കഴിക്കും. പിന്നെ പായസത്തിൽ അതേപോലെ ബിരിയാണി വെക്കുമ്പോൾ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്. പിന്നെ ഇത് ഇത് നമ്മുടെ ചേട്ടൻ കൊടുത്തയച്ചിട്ടുണ്ടാവുന്നതാണ്. മിഠായിയാണിത്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഐറ്റംസിലേക്ക് പോവാം. പരിപ്പ് 1, പരിപ്പ് 2, പരിപ്പ് 3, പരിപ്പ് 4, പരിപ്പ് 5, പരിപ്പ് ഒട്ടിപ്പിടിച്ചിട്ട് കവറും കൂടി കിട്ടണ്ടായി. പരിപ്പ് 6, പരിപ്പ് ഒട്ടിപ്പിടിച്ചതൊക്കെ 7, പരിപ്പ് 8 പാക്കറ്റ്. കഴിഞ്ഞ നമ്മുടെ ഫ്രിഡ്ജ് ഡോറിൽ 24 എത്രയും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പൊ കുറവാണ്. പെട്ടെന്ന് പറഞ്ഞല്ലോ 8 പരിപ്പാണുള്ളത് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ നമുക്ക് കുറച്ച് ഇത് മേമ തന്നിട്ടുണ്ടെന്നാണ്. പിന്നെ അച്ഛൻ വാങ്ങും ചെയ്തു. ഗ്രീൻ പീസ് 2 പാക്കറ്റ്. 2 പാക്കറ്റ് ഇല്ല, കുറച്ച് 1 പാക്കറ്റ് കടല. ഇതെന്താ ചെറുപയറാട്ടാ, ചെറുപയർ. അതെനിക്ക് കിട്ടിയ ചെറുപയറാണ്. അത് ഇതിലുണ്ട്. പിന്നെ ഉഴുന്ന് ഒരു 4 പാക്കറ്റ് ഉഴുന്നുണ്ട് കേട്ടോ. 4 പാക്കറ്റ് ഉഴുന്നുണ്ട്. എന്താ ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന സാധനം തന്നെയാണ്. ഒരനക്കം പറ്റില്ല, അതേപോലെ ഇരിക്കുന്നുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ എനിക്ക് വായുന്ന മറ്റേ മാങ്ങ ഇരുമ്പാമ്പുളി ഉണക്കിയതാണ്. ഉണക്കി ഇരുമ്പാമ്പുളിയാണ്. ആണോ? അതാണ് ഇത് കുട്ടികൾ തിന്നാത്ത സാധനമാണ്. കുട്ടികൾക്ക് തിന്നാൻ പാടില്ല അങ്ങനത്തെ സാധനമാണ് ഇതൊക്കെ. ഇതും അതെ കുട്ടികൾ തിന്നാൻ പാടില്ല. ഇതും കുട്ടികൾ തിന്നാൻ പാടില്ല. ഇത് തീരെ കുട്ടികൾ തിന്നാൻ പാടില്ല അങ്ങനത്തെ സാധനമാണ്. ഇത് കുട്ടികൾ തിന്നില്ലല്ലെങ്കിലും അങ്ങനത്തെ സാധനം. ഇതിലത്തെ ഞങ്ങൾ എടുക്കണില്ല കേട്ടോ. ഇതൊരു കളർ പൊടി ഉണ്ട്. ഇത് കേക്ക് ഉണ്ടാക്കണത് 2 പാക്കറ്റ് ഈസ്റ്റ്. എന്താ അച്ഛൻ്റെ കുക്കുംബറാവും കീലിങ്ങുണ്ടല്ലോ. പക്ഷേ കുക്കുംബർ ഇട്ടിട്ടുണ്ട് വലിയ. കുക്കുംബർ അച്ഛൻ കഴിക്കണം കേട്ടോ. അത്തിട്ടിച്ചതാണ്. പിന്നെ ബിരിയാണിയുടെ എസൻസ് ഉണ്ട്. ഞാൻ ബിരിയാണി മിക്ക വേണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്നു. ജാതിക്ക, ഒരു സവോള ഉണ്ട്. പിന്നെ ഇതമ്മ എന്തോ മുഖത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനമാണ്. ഇത് ഈസ്റ്റ് 2 ഈസ്റ്റ് ഉണ്ട്. ഇതെന്തായിരുന്നു? ഉലുവ ആണ് ഇടുന്നത്. ഇതിൽ അച്ഛൻ്റെ ഇൻസുലിൻ, അത് തന്നെ ഒരു 4 ഇൻസുലിൻ ഉണ്ട്. പിന്നെ ഒരു തണുത്ത വെള്ളം. പിന്നെ ഇത് കുപ്പി പൊക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചതാണ്. ഇതിപ്പോൾ തൽക്കാലം ഒന്നുമില്ല. ഇതിലത്തൊക്കെ കഴിഞ്ഞു. ഒരു ഞായറിഞ്ഞ. പിന്നെ ഷേക്ക് ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കപ്പലാണ്ടി. പിന്നെ ഒരു ചില്ലി സോസും ഒരു സോയാ സോസും. ഇത് എന്താണ്? പൊടി ഇതുപോലെയാണോ? ഇത് ഇതാണോ? കൂപ്പൊടിയാണോ? അറിയില്ല. അത് കൂപ്പൊടി. അത് ഞാൻ കൊടുന്ന കൂപ്പൊടിയാണ്. ഇത് അമ്മരിയും. പിന്നെ ഇതിലൊരു പീനട്ട്. പിന്നെ ഇതാ ജീരകം ഉണ്ട്. വെളിച്ചം കുറവുണ്ടാവും. നീ ഇങ്ങനെ മറിഞ്ഞിക്കണം. എന്തെന്നെ ജീരകം ഉണ്ടാവും. നല്ല ജീരകം ഉണ്ട്. പിന്നെ ഇത് ഞാൻ കൊടുന്നതാണ് കേട്ടോ. അല്ല, ഇത് സാജീരകമാണ്. ഇത് അയമോദകം. ഇത് ഞാൻ കൊടുന്നത് തന്നെയാണ്. ഇത് കടലമാവ്. ഇത് മറ്റേതാണ് ചൊവ്വരി. പിന്നെ ഇതാ മഷ്റൂം ദാൽ എന്ന് പറഞ്ഞ ചോന്ന പരിപ്പ്. വേറെന്താ പേര് പറയല്ലേ? ഇത് കോൺഫ്ലവർ ആണ് കേട്ടോ. വേണം. പിന്നെ റോസ് വാട്ടർ.
ഇതൊക്കെ എൻ്റെ അമ്മേനെ സൗന്ദര്യ സംരക്ഷക വകുപ്പാണെന്ന് പറയാം. പിന്നെ ഇതിൽ എന്തോ ഒരു സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അമ്മേരെ ലിക്ക് റൈസ് പൗഡർ, കുക്ക് റൈസ് പൗഡർ സാധനമാണ്. ഇത് ഏലക്ക പൊടിച്ചതാണ്. ഇത് ഫ്ലാക്സ് സീഡാണ്. ഇതും അമ്മേരെ എന്തൊക്കെയോ മുഖത്തുള്ള സാധനമാണ്. പിന്നെ ഇത് ഞാൻ കൊടുന്ന് വെച്ചത് മറന്നിട്ടിരിക്കുകയാണ്. ഇത് റോസ്മേരി ലീവ്സിൻ്റെ തലയിലിടാൻ വേണ്ടിയിട്ട്. ഇതാ കാപ്പിപ്പൊടിയാണ്. ഇതാ ഒരു പാക്കറ്റ് ഉലുവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇപ്രാവശ്യം ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് ടൂറിൻ്റെ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അമ്മേരം തന്നെയുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയി ചെയ്തു. അപ്പോൾ ഇക്കൊല്ലം അമ്മ പറഞ്ഞു കുറേ നേരം പിടിക്കും, കിരിക്കാടൻ പ്രശ്നമാക്കും. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ശരിക്കും നിൽക്ക് ഒടുക്കി നോക്കി നിൽക്കാണ്ട് അപ്പോൾ ഇക്കൊല്ലം ഞങ്ങൾ സ്പീഡിൽ ഫ്രിഡ്ജ് ടൂർ നടത്തി. ഇനി നിങ്ങൾക്ക് ഏത് ടൂറാണ് വേണ്ടത് വെച്ച് പറയാം. ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പണി കഴിയാനായിട്ട് അതിൻ്റെ ഒരു ടൂറ് ഞങ്ങൾ വേണം എടുക്കാം. പിന്നെ ഞങ്ങളുടെ ഈ വീടിൻ്റെ ടൂറ് എടുക്കണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കാം. പ്രത്യേകിച്ച് എൻ്റെ മുറിയുടെ റൂം, അതെ, എൻ്റെ റൂമിൻ്റെ ഹോം ടൂർ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് ടൂറാണ് വേണ്ടതെന്ന് വെച്ചാൽ പറയണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ഞങ്ങൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഇപ്പോൾ എക്സ്ട്രാ പറയാനുള്ളത്, ഞങ്ങളുടെ ലൈവിൽ വരിക. ഞങ്ങളുടെ എല്ലാ ദിവസവും രാത്രി ലൈവ് ഉണ്ട്. 9 മണി മുതൽ 10 മണി, 10:30, 11 മണി വരെയൊക്കെ ലൈവ് ഉണ്ടാവാറുണ്ട്. 9 മണിക്ക് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ 9:30 എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾ 8:30 വരും. അപ്പോൾ രാത്രി എല്ലാ ദിവസവും ഉണ്ടാവും, അതിൽ സംശയമില്ല. അത് എല്ലാ ദിവസവും ഉണ്ടാവും. ഈ സമയം മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഒരു 9:30 വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഗീവ് അവേ നടത്തുന്നുണ്ട്. 2 ആഴ്ചത്തെ ഗീവ് അവേ കഴിഞ്ഞു. ഇനി ഒരു 3-ാമത്തെ ആഴ്ചയാണ് വരാൻ പോണത്. ഇനി 3-ാമത്തെ ആഴ്ചയിലെ ഗീവ് അവേക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൂള് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കുക, വ്യാഴാഴ്ചത്തെ ഗീവ് അവേയിൽ പങ്കെടുക്കുക. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോയിൽ വരെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ. എന്തിനാ ഒരു വഴിക്ക് പോവല്ലേ, ഇന്നൊക്കെ തന്നെ ഇതിടാൻ പറ്റുമോ? പിന്നെ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു.